ശബരിമല ദർശനത്തിനെത്തിയ അമ്പലപ്പുഴ പേട്ട സംഘത്തോട് പോലീസിന്റെ പരിധി വിട്ട പെരുമാറ്റം. പെരിയോൻ ഗോപാലകൃഷ്ണപിള്ള 18-ാം പടിയിൽ മുട്ടിടിച്ചു വീണു. സ്വാമിമാരുടെ വയറ്റിൽ പോലീസ് കുത്തിയെന്നും പരാതിയുണ്ട്. മോശമായി പെരുമാറിയ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ADGP S. ശ്രീജിത്ത് അറിയിച്ചിട്ടുണ്ട്. ഈ വാർത്തയുടെ നമ്മുടെ വേഗം കേരളയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ബ്രേക്കിംഗ് ന്യൂസ് കാണും. ഇടവേളയ്ക്ക് ശേഷം പ്രജീഷ് കൈപ്പള്ളി ചേരും. നല്ല ദിവസമായിരിക്കട്ടെ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ശബരിമല ദർശനത്തിനെത്തിയ അമ്പലപ്പുഴ പേട്ട സംഘമാണിവർ. ഇവരുടെ 250ഓളം പേരാണ് അവരുടെ സംഘത്തിലുള്ളത്. ഇതിൽ ചിലരാണ് ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് ശബരിമലയിൽ ആചാരപരമായ 2-3 ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡിന്റെ പ്രത്യേക അനുവാദത്തോടുകൂടിയും പന്തളം രാജാവ് ശബരിമല ക്ഷേത്രോത്പത്തി കാലം മുതൽ അനുവദിച്ച് നൽകിയിട്ടുള്ള അവകാശങ്ങൾ നിലനിർത്തിപ്പോകാനും ആചാരപരമായ ചടങ്ങുകൾ നടത്താൻ പ്രത്യേക അനുവാദം ദേവസ്വം ബോർഡ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനം നീണ്ട 51 ദിവസം വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് അമ്പലപ്പുഴ സംഘം എരുമേലി പേട്ട കെട്ടി സന്നിധാനത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ വർഷത്തെ യാത്രയുമായി ബന്ധപ്പെട്ട് ADGP ശ്രീജിത്ത് സാറുമായിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി കോൺടാക്ട് ചെയ്തിരുന്നു. ഞങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ ഞങ്ങളുടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. 18-ാം പടിയുടെ താഴെ വരെ അദ്ദേഹം പറഞ്ഞ എല്ലാ വാക്കുകളും വളരെ കൃത്യമായിട്ട് അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ പാലിക്കുകയും ഞങ്ങളെ കയറ്റി വിടുകയും ചെയ്തു. മനഃപൂർവ്വം ഒരു വിഷയം ഉണ്ടാക്കണം എന്ന് കരുതി താഴെ നിന്നിരുന്ന 4 പോലീസുകാർ തൊട്ടപ്പുറത്തെ ക്യൂവിലുണ്ടായിരുന്ന അയ്യപ്പന്മാരെ കൂടെ തുറന്നു വിടുകയും അവിടെ ഒരു വലിയ തിരക്ക് മനഃപൂർവ്വം ഉണ്ടാക്കുകയും ചെയ്തു. ഈ സമയത്ത് അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങളുടെ പകുതിയിൽ കൂടുതൽ ആൾക്കാർ പിന്നിൽ നിൽക്കുകയാണ്, അവരും കൂടെ കയറ്റുവാണ് ഞങ്ങളോടൊപ്പം തന്നെ. 12-ാം പടിയുടെ താഴെ നിന്ന് 4 പോലീസുകാരാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറിപ്പോടാ, ഈ യൂസ്ലെസ്സിനൊക്കെ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നതാണ് ഇവിടെ ശബരിമലയിലെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തോട് വളരെ മോശമായിട്ട് വളരെ എടാപോടാൻ വിളിച്ച് തന്നെ സംസാരിച്ചു. ഞങ്ങളുടെ പോലീസുകാർ അങ്ങനെ സംസാരിച്ചു. പോലീസുകാർ അങ്ങനെ തന്നെയാണ് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്വാമി അയ്യന്മാരെ കയറി എടാപോടാന്ന് വിളിക്കാതെ നിന്നെയൊക്കെ എടാപോടാന്ന് വിളിച്ചാൽ നീയൊക്കെ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ട് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന വാക്കുകളല്ല അവരുടെ വായിൽ നിന്ന് വന്നത്. ആ സമയത്താണ് വൈസ് പ്രസിഡന്റ് പിന്നാലെ 7 പടി മുകളിൽ കയറി ചെന്ന് അദ്ദേഹത്തെ മർദ്ദിച്ചത്. അതിനുശേഷം 17-ാമത്തെ പടിയിൽ മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ ഇവിടെ ഇടിച്ചു, പള്ളക്കിട്ട് ഇടിച്ചു. നിങ്ങൾ ഇടിച്ചോ? അതെ, ഈ IRB ഇല്ലേ പടിയിൽ നിൽക്കുന്നത്, അതിനകത്തുള്ള ഒരാളാണ് ഈ ഒരു 3 പടി കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ട് ബാക്കിൽ വന്ന് തള്ളി ബാക്കിലിട്ടിരിക്കുക, എന്നിട്ട് തള്ളുക. ആ ടൈമിലാണ് ഈ അപ്പം പെരിയസ്വാമി മേളിലെത്തി 17-ാം പടിയിൽ എത്തിയപ്പോഴത്തേക്കും അവിടുന്ന് വലിച്ച് തിരിച്ച് കൈ വിടുകയായിരുന്നു. പെരിയസ്വാമി അവിടെ വീണ്ടും കാലിൻ്റെ മുട്ട് പൊട്ടിയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ആ തിരക്കുണ്ടായ സമയത്ത് ഈ മറ്റേ ക്യൂവിൽ നിന്നും കയറ്റിവിട്ട അയ്യപ്പന്മാരുടെ നാളികേരത്തിന്റെ ഏറുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ പ്രായമുള്ള ആളുടെ തല പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വിരിയിലുണ്ട്. പെരിയസ്വാമി 17-ാമത്തെ പടിയിൽ വീഴുമ്പോൾ ഞാൻ പെരിയസ്വാമിയെ പൊക്കിയെടുത്ത് ഞങ്ങളുടെ പെരിയസ്വാമിയെ പറഞ്ഞപ്പോൾ നിന്റെയൊക്കെ പെരിയസ്വാമിക്ക് വേണേൽ കയറി പോടാന്നുള്ള രീതിയിലുള്ള സംസാരമായിരുന്നു അവിടെ. നിങ്ങൾ പരാതി കൊടുത്തോ? നമ്മൾ ബഹുമാനപ്പെട്ട ശ്രീധരന് ശേഷം കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ സമയത്ത് 7:30 മണി സമയത്ത് വിഷ്വൽസ് എടുക്കുക, വേണ്ട പരിഹാരം തേടാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളോട് ഈ ക്രൂരത കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥർ വിരിയിൽ വന്ന് ഞങ്ങളുടെ സമൂഹ പേരിനോട് മാപ്പ് പറഞ്ഞെങ്കിൽ മാത്രമേ മറ്റന്നാൾ നടക്കുന്ന ശിവയിലിരുന്ന് നടത്താവൂ എന്നാണ് വ്യക്തിപരമായിട്ട് സംഘം പ്രസിഡന്റുള്ള എൻ്റെ അഭിപ്രായം. ശബരിമലത്തെ ആചാരപരമായി വളരെ ബന്ധമുള്ളവരാണ് ഇവർ എല്ലാ വർഷവും ഒരു സംഘമായി വരുന്നവരാണ്. അപ്പോൾ അവരോടാണ് ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു പെരുമാറ്റം ഉണ്ടായിരിക്കുന്നതെന്നുള്ള ഒരു പരാതി ഉയരുന്നത്. ശ്യാമിനൊപ്പം TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.